ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്നാക്സ് ആണ്. വളരെ പെട്ടെന്ന് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണിത്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്സ്. എന്നാൽ ശരി, ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ സ്മൈലി തയ്യാറാക്കുവാൻ മെയിനായിട്ട് വേണ്ടിയത് ഉരുളൻകിഴങ്ങാണ്. ഇവിടെ ഞാൻ 3 ഉരുളൻകിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. നന്നായി തൊലിയെല്ലാം കളഞ്ഞ് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ തന്നെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പം നമുക്ക് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ഒരു ബൗളിലേക്ക് മാറ്റാം. അതിനുശേഷം ഈ ഉരുളക്കിഴങ്ങ് നമുക്ക് നന്നായി ഉടച്ചെടുക്കണം. ഇപ്പം നന്നായി ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം. നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട്. തീരെ കട്ടൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് കോൺഫ്ലവർ ഈ ഉരുളക്കിഴങ്ങും കൂടിയിട്ട് നന്നായി മിക്സായിട്ടുണ്ട്. ഇതിനി നമുക്ക് ചെറിയ ബോളുകളാക്കി മാറ്റാം. എന്നിട്ട് കൈകൊണ്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ പ്രസ് ചെയ്ത് നല്ല നൈസും അല്ല എന്നാൽ നല്ല കട്ടിയിലും അല്ലാത്ത വിധത്തിൽ ഇതേപോലെ ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ പ്ലേറ്റിലാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിതിന് കണ്ണ് കുത്തി കൊടുക്കണം. കണ്ണ് കുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതേപോലത്തെ ഒരു സാധനമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ട്രോ ആയിട്ട് എടുത്ത് കുത്തി കൊടുക്കാവുന്നതാണ്. ഇതേപോലെ നമ്മളിങ്ങനെ കുത്തി ഇതാക്കണം. പിന്നെ നമുക്ക് സ്മൈലാണ് വേണ്ടത്. സ്മൈല് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്പൂണാണ് എടുക്കുന്നത്. ഒരു സ്പൂൺ ഇട്ട് ഇതേപോലെ ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ സ്മൈലി ആയിട്ടുണ്ട്. ഇനി ഇപ്പോൾ നമ്മൾ ഓയിൽ ചേർത്ത് ഇതായി ചെയ്തെടുക്കണം. അതിനുശേഷം ഓയിലിൽ ഇട്ട് ഇത് നമുക്ക് ഫ്രൈ ചെയ്യാം. നന്നായി ഫ്രൈ ആവേണ്ട, ഒന്ന് ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് ഇതെടുക്കാം. ഉരുളൻകിഴങ്ങൊക്കെ മുന്നേ വേവിച്ച് വെച്ച കാരണം ഒന്ന് ഗോൾഡൻ കളറായി കിട്ടിയാൽ മതി. വളരെ ടേസ്റ്റിയും നല്ല ക്രിസ്പിയും സോഫ്റ്റുമായ പൊട്ടറ്റോ സ്മൈലി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകുന്ന ഒരു പൊട്ടറ്റോ സ്മൈലാണിത്. ഇത് നിങ്ങൾക്ക് വളരെ ഇഷ്ടമാകും. ഇത് നമുക്ക് കെച്ചപ്പിൻ്റെ കൂടെയും ചട്നിയുടെ കൂടെയും കഴിക്കാം. വളരെ സിമ്പിളാണ് ഉണ്ടാക്കുവാൻ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർ ഈ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും. ബൈ.